Smoking is injurious to health. It causes cancer. പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ്. ഇത് ക്യാൻസറിന് കാരണമാകുന്നു. നിഷ ഓൾറെഡി എല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞു. മാഡം ഒരു പ്രാവശ്യം ചെക്ക് ചെയ്താ. ആക്ച്വലി നിഷ വരേണ്ടതാണ്, പക്ഷെ അവസാന മിനിറ്റിൽ ഏതോ ക്ലയന്റ് വിസിറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ വരേണ്ടി വന്നു. നിനക്കിപ്പോ അർജന്റായിട്ട് പോണോ, അല്ല വേറെ എവിടേക്കെങ്കിലും പോണോ? അവിടെ ഫോൺ റീച്ച് ആകുന്നുമില്ല. ഇല്ലെങ്കിൽ ഫോണിൽ തന്നെ ഇൻഫോം ചെയ്തേനെ. ഞാൻ ചെന്നില്ലേ ടെൻഷനാവും. അങ്ങനെ തോന്നുന്നില്ല, അവള് ടെൻഷനാവില്ല. നീ കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ, അതായത് എവിടെയെങ്കിലും മിസ്സാവാൻ. അത് സത്യോ? ഇന്നാ എടുക്ക്, കഴിക്കുന്നേ. ഞാൻ മാമിനോട് ഒരു കാര്യം ചോദിക്കട്ടെ? വർഷത്തിൽ 2 പ്രാവശ്യം മാമിന്റെ ഹസ്ബൻഡ് വരാറുള്ളൂ. മാം മാക്സിമം ഓഫീസിൽ കാണും, പിന്നെ ബാക്കിയുള്ള സമയം ഈ ഫ്ലാറ്റിലാണ്. ബോറടിക്കില്ലേ? അതായത് ഒറ്റയ്ക്കുള്ളൊരു ഫീൽ. ഇല്ല, ഒരിക്കലും ഇല്ല. എന്നെ ബിസിയാക്കി വെക്കാൻ എനിക്ക് ധാരാളം കാര്യങ്ങളുണ്ട്. ഒറ്റയ്ക്കാണെന്ന് ഒരിക്കലും ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ നിന്നെ പോലുള്ള കുറെ ചെറുപ്പക്കാരുണ്ട് കൂടില്ലേ? അവരുടെ കൂടെ സന്തോഷമായിട്ട് സമയം ചെലവഴിക്കും. പ്ലീസ് അങ്ങനെ ചെയ്യല്ലേ. നിഷ ഈ കാര്യം അറിഞ്ഞാൽ തെറ്റിദ്ധരിക്കും. അങ്ങനൊന്നും സംഭവിക്കില്ല. നീ ഒരു പാവോ. നിന്നെ ഞാൻ സഹായിക്കാം. എന്തും തരും, എന്ത് ചോദിച്ചാലും. യു കനോട്ട് അണ്ടർസ്റ്റാൻഡ്. ഞാനിവിടെ ഒറ്റയ്ക്കാ. നിഷ നിങ്ങളുടെ സ്റ്റാഫാണ്, എന്റെ ഗേൾ ഫ്രണ്ട്. നിങ്ങളോട് അവൾക്ക് വലിയ ബഹുമാനമാണ്. പ്ലീസ് മാം, ഇങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. പ്ലീസ് ഈ ഈവനിങ് സ്പൈൽ ആക്കണം. പ്ലീസ് 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 മാം. എന്താ ചെയ്യുന്നത് മാം? മാം, നിങ്ങൾ എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? മാം, മാം, എന്താ ചെയ്യുന്നത്?
ഇതുപോലെ എന്നെ തൃപ്തിപ്പെടുത്തിയാൽ ഇനിയും കിട്ടും. $50,000 ഇത് മതിയോ? ഇത് ശരിയല്ല മാം. ഞാൻ ചെയ്തത് തെറ്റാ. എന്തു പറ്റി? ഇപ്പോഴും മാഡാണോ? ഇനി മുതൽ എന്നെ കൂഹൂന്ന് വിളിക്കേ. മാഡം എന്ന് വിളിക്കരുത്, ഓൺലി കുഹു. അങ്ങനെ വിളിക്കുന്നതാ എനിക്കിഷ്ടം. എനിക്കത് വലിയ ഇഷ്ടാ. നീ ഇതുപോലെ എന്നെ സാറ്റിസ്ഫൈഡ് ചെയ്യുകയാണെങ്കിൽ നിന്റെ ആവശ്യങ്ങളെല്ലാം ഞാൻ നിറവേറ്റിത്തരാം. ഓക്കെ? നിഷയോടാ നന്ദി പറയണ്ടേ. അവള് കാരണമല്ലേ എനിക്ക് നിന്നെ കിട്ടിയത്. ഇല്ലെങ്കിൽ എനിക്ക് ഇത്രയും സുന്ദരനായ ഒരു യുവാവിനെ കിട്ടുമായിരുന്നു. മാം പ്ലീസ്, മാം പ്ലീസ് ഒരു ചാൻസ് കൂടെ തരണേ. ഞാൻ അപേക്ഷിക്കുകയാണ്. ഐ ആം സോ സോറി. ഈ ഒരു പ്രാവശ്യം എന്നെ വിശ്വസിക്ക് പ്ലീസ്. നിഷേ, കമ്പനിയുടെ സീക്രട്ട് പുറത്തുള്ളവരോട് പറയുന്നതിന് മുമ്പ് അതിന്റെ ഭവിഷ്യത്തിനെ കുറിച്ച് ആലോചിക്കണമായിരുന്നു. അതും ശത്രുവിന്റെ കയ്യിൽ കൊടുക്കുന്നതിന് മുമ്പ്. ഈ ടെൻഡർ നമുക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം നിനക്കറിയാവുന്ന കാര്യമില്ലേ? അവസാന നിമിഷത്തിൽ നമ്മൾ കൊട്ടേഷൻ മാറ്റാതിരുന്നിരുന്നെങ്കിൽ ഈ സമയത്ത് ആ ടെൻഡർ നമ്മുടെ കയ്യിൽ നിന്ന് എപ്പോഴോ പോയേനെ. നിങ്ങൾ തന്നെ പറയൂ മാഡം, ഞാൻ എന്താ ചെയ്യേണ്ടത്? ലാസ്റ്റ് ടൈം നീ എന്ത് ചെയ്തോ അത് തന്നെ ഇപ്രാവശ്യം ചെയ്താൽ മതി. പക്ഷേ ഞാൻ എന്ത് കൊട്ടേഷനാണോ പറയുന്നത് അത് തന്നെ നീ ഓപ്പോസിറ്റ് പാർട്ടിയോട് പറയണം. മനസ്സിലായോ? ഇല്ലെങ്കിൽ നിന്റെ ജോലി പോകും. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ അത് തന്നെ ചെയ്യാം മാഡം. ഗുഡ് ഗുഡ് ഗുഡ്. ബോയ് ഫ്രണ്ടിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യില്ലേ? മാഡം, ഇതാണ് സമരന്തോ. ഹായ് മാം, നൈസ് ടു മീറ്റ് യു. ഹലോ. മാഡത്തെ പറ്റി ഇവള് ധാരാളം പറഞ്ഞിട്ടുണ്ട്. നിങ്ങളാണ് ഇവിടെ ഐഡൽ. ഓക്കെ സമരന്തു, പറയൂ മാം. എനിക്ക് നിഷയോട് കുറച്ച് ഒറ്റയ്ക്ക് സംസാരിക്കണം. ക്യാൻ യു കൈൻഡ്ലി എക്സ്ക്യൂസ് us? ഷുവർ. ആക്ച്വലി എനിക്കും കുറച്ച് ജോലിയൊക്കെ ഉണ്ട്. ശരി, ഞാൻ പോവാ. നീ ഒറ്റയ്ക്ക് പോവല്ലോ അല്ലേ? ശരി, ഞാൻ ക്യാബ് ബുക്ക് ചെയ്ത് പോയേക്കാം. ഓക്കെ. നൈസ് ടു മീറ്റ് യു മാം. ബൈ. Me too. എനിക്ക് വളരെ ഗിൽറ്റി ആയിട്ട് ഫീൽ ആവുന്നു. എനിക്കിത് തീരെ ഇഷ്ടമല്ല. ഇതിൽ തെറ്റൊന്നുമില്ല, ജസ്റ്റ് ഒരു സന്തോഷം. ഈ ഫീലിംഗ് എനിക്ക് എപ്പോഴും എൻ്റെ ഓർമ്മയിൽ തന്നെ ഉണ്ടാകും. നമുക്ക് വീണ്ടും കാണണം. അടുത്ത ആഴ്ച മറക്കാതെ വരണം. ഐ വിൽ ബി വെയിറ്റിംഗ് ഫോർ യു. ഓക്കെ?
നിനക്ക് എന്താ പറ്റിയത്? ഇന്ന് മൊത്തം നീ എന്തോ ആലോചനയിലായിരുന്നല്ലോ. എന്ത് ചോദിച്ചാലും ഒന്നും പറയുന്നുമില്ല. ഓഫീസിൽ നിന്ന് വന്ന ഉടനെ തന്നെ ലാപ്ടോപ്പ് തുറന്നു വെച്ചങ്ങ് ഇരിക്കും. ഞാൻ ഉറങ്ങിയതിന് ശേഷമാണ് നിങ്ങൾ ഉറങ്ങാൻ പോലും വരുന്നത്. ഇപ്പൊ നന്നായിട്ട് ആഹാരം പോലും കഴിക്കുന്നില്ല. എനിക്ക് ഇപ്പോഴൊക്കെ ഓഫീസിൽ പോകാൻ പോലും ഇഷ്ടമല്ല. എനിക്കിപ്പോ എല്ലാ കാര്യത്തിലും വെറുപ്പാണ്. ഒന്നുമില്ലെന്നേ, വിട്ടേക്ക്. റെസ്റ്റ് എടുത്തോളൂ. നിങ്ങൾക്ക് ഓഫീസിൽ ലീവ് ഉണ്ട്, എത്ര വേണേലും എടുക്കാം. ഓക്കെ ഓക്കെ. ദാ നോക്കിയേ, ഞാനിവിടെ നിങ്ങൾക്ക് കഴിക്കാനുള്ള ഫുഡ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ആ, കഴിക്കുന്നതിന് മുമ്പ് ഒന്ന് ചൂടാക്കിയേക്കണേ. നിങ്ങൾ ലീവ് എടുക്കുന്ന കാര്യം എനിക്കറിയില്ലായിരുന്നു. അറിഞ്ഞിരുന്നെങ്കിലേ ഞാൻ ആഹാരം ഫ്രിഡ്ജിൽ വെക്കത്തില്ലായിരുന്നു. ഇറ്റ്സ് ഓക്കെ. വിശക്കുമ്പോൾ ഞാൻ എടുത്ത് കഴിച്ചോളാം. നീ ചെല്ല്, ലേറ്റ് ആവുന്നില്ലേ? അതെ അതെ, എനിക്ക് പോവാൻ സമയമായി. ആ, ബൈ. വൈകിട്ട് വീണ്ടും കാണാം. ലവ് യു. ലവ് യു ടു. ശരി, ഞാൻ പോവാം. I am so happy. എന്തു പറ്റി? നിങ്ങളൊന്ന് ഗസ് ചെയ്തേ. എനിക്കെങ്ങനെ അറിയാം? ഒന്ന് ഗസ് ചെയ്തേ. അറിയില്ല, നീ തന്നെ പറ. എനിക്ക് പ്രമോഷൻ കിട്ടിയിരിക്കുന്നു. അതുമാത്രമല്ല, മാസം 20,000 കൂടുതൽ കിട്ടും. ഇപ്പം ഞാനാണ് അസിസ്റ്റന്റ് ജനറൽ മാർക്കറ്റിംഗ് മാനേജർ. പിന്നെ മാഡം തന്നെ ലെറ്ററിൽ ഒപ്പിട്ട് തരികയും ചെയ്ത്. ആക്ച്വലി ഇത് ഒരു താൽക്കാലിക പൊസിഷനാണ്, പക്ഷേ തീർച്ചയായിട്ടും പെർമനന്റ് ആകും. ഐ ആം സോ ഹാപ്പി, ഐ ആം സോ ഹാപ്പി. ഐ എം ഓൾവേസ് ഹാപ്പി ഫോർ യു. ഐ ലവ് യു, ഐ ലവ് യു സോ മച്ച്. ശരി, എപ്പോഴാണ് എനിക്ക് പാർട്ടി തരുന്നത്? എനി ഡേ, നിങ്ങൾ തീരുമാനിച്ചാൽ മതി. ഓ, ബൈ ദ വേ, മേഡം എന്താ പറഞ്ഞെന്നറിയാവോ? മിനിങ്ങാന്ന് അവർ ഓഫീസിലേക്ക് നിങ്ങൾ പോയപ്പോൾ എന്തോ ജോലി പറഞ്ഞിരുന്നില്ലേ? നിങ്ങൾ ചെയ്യാമെന്നും പറഞ്ഞു, പക്ഷേ അതിനെക്കുറിച്ച് എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. കേട്ടപ്പോൾ ഞാൻ തന്നെ സർപ്രൈസായി. പക്ഷേ ഞാനത് പുറത്ത് കാണിക്കാതെ വേറെന്തൊക്കെയോ അവരോട് പറഞ്ഞു. പോയി ഒരു പ്രാവശ്യം അവരെ ഒന്ന് കണ്ടിട്ട് പോ. ഞാൻ അവരെ കാണാൻ പോയില്ല. ഷീ ഈസ് എ ബ്ലഡി ബിച്ച്. നിങ്ങൾ എന്താ ഈ പറയുന്നത്? അവരെന്റെ ബോസാണ്, അത് നിങ്ങൾ മറക്കരുത്. അവരൊരു മോശം സ്ത്രീയാണ്. ഒരു കാര്യം അറിയോ? ലാസ്റ്റ് ടൈം അവരെ കാണാൻ പോയപ്പോൾ അവരെന്നെ വശീകരിച്ചു. പിന്നെ എനിക്ക് സമ്മതമല്ലെങ്കിലും അവരോടൊപ്പം അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും അനുസരിക്കേണ്ടി വന്നു. പ്ലീസ്, ഞാൻ ഇനി അവരെ പോയി കാണില്ല. പിന്നെ മറ്റൊരു കാര്യം, ആ വൃത്തികെട്ട കാര്യം ചെയ്തതിന് അവരെനിക്ക് 50,000 രൂപ തന്നു. പറ്റുവാണെങ്കിൽ അത് റിട്ടേൺ ചെയ്തേക്ക്. എന്നിട്ട് അവരോട് പറ ഞാൻ എൻ്റെ ശരീരം വിൽക്കില്ലെന്ന്. പ്ലീസ് നിഷ, പ്ലീസ്, ഈ ഒരു പ്രാവശ്യം എന്നോട് ക്ഷമിക്കണം. ഇനി ഇതുപോലെ തെറ്റൊന്നും ഞാൻ ചെയ്യില്ല. നീ ഇതിനു വേണ്ടി എനിക്ക് എന്ത് ശിക്ഷ തന്നാലും ഞാനത് സ്വീകരിക്കും. പ്ലീസ്, എന്നെ വിട്ടിട്ട് പോകല്ലേ. പ്ലീസ് നിഷ, പ്ലീസ് പ്ലീസ് പ്ലീസ്. നിഷ, പ്ലീസ്. എനിക്ക് ഇപ്പോ ഒന്നും പറയാനില്ല. എന്റെ ശരീരത്തെ തൊട്ടല്ലേ നിങ്ങൾ എവിടാന്ന് വെച്ചപ്പോ.
നിഷ ദേവി ഇത് എന്നോട് ക്ഷമിക്കേ. വേറെന്ത് ചെയ്യാനാ? എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. അവൻ എന്നോട് വന്ന് ഇങ്ങനെ സത്യമെല്ലാം പറയുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കൊന്നും അറിയില്ല. നീ എങ്ങനെയെങ്കിലും രാജിനെ കൊണ്ട് ഇതിനെ സമ്മതിപ്പിക്കണം നിഷ. ഇല്ലെങ്കിൽ നിന്റെ ഉയർച്ചയിൽ നിന്നും പെട്ടെന്നായിരിക്കും താഴേക്ക് വീഴുക. നന്നായിട്ട് ആലോചിക്കുക, മനസ്സിലാക്കുക. കാരണം നമുക്കുള്ളിലുള്ള ഡീല് നീ ഒരിക്കലും മറക്കരുത് നിഷ. എനിക്ക് നിന്റെ ബോയ് ഫ്രണ്ടിനെ വേണം. എന്താ ഷോക്കായോ? ദാ നോക്ക്, നീ ഈ കാര്യം ചെയ്യുകയാണെങ്കിൽ പിന്നെ പെട്ടെന്ന് തന്നെ പ്രൊമോഷൻ നിന്നെ തേടി വരും. എന്തു പറയുന്നു? അതുമാത്രമല്ല, ഇത് സീക്രട്ട് ആയിരിക്കും. ആരും ഇതേപ്പറ്റി അറിയാൻ പോകുന്നില്ല. എന്തെങ്കിലും പറഞ്ഞ് അവനെ എൻ്റെ വീട്ടിലേക്ക് പറഞ്ഞുവിട്. ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. ഓക്കെ, മനസ്സിലായോ? മാത്രമല്ല, ഇതല്ലാതെ വേറൊരു ഓപ്ഷൻ നിനക്കില്ല. യു ഹാവ് ടു ഡു ഇറ്റ് നിഷ. മാം, I will, ma'am. I have no option. പക്ഷേ മറ്റെന്തിനേക്കാളും എനിക്ക് എൻ്റെ പ്രൊമോഷനാണ് വളരെ പ്രധാനം. ഗുഡ് ഗുഡ്. കൊള്ളാം. പ്ലീസ് മാം, എനിക്ക് കുറച്ച് സമയം കൂടി വേണം. ഞാൻ എന്തെങ്കിലും പറഞ്ഞ് അവരെ സമ്മതിപ്പിക്കാം. എന്തെങ്കിലും പറഞ്ഞ് അങ്ങോട്ട് അയക്കുകയും ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് എത്ര നാൾ ആവശ്യമുണ്ടോ അത്രയും നാൾ യൂസ് ചെയ്തോളൂ. അതിലെനിക്ക് യാതൊരു പ്രശ്നവുമില്ല. നമ്മുടെ ഡീൽ അനുസരിച്ച് നിങ്ങൾ എനിക്ക് ആ പ്രൊമോഷൻ തീർച്ചയായിട്ടും നൽകണം. എനിക്ക് ആ പ്രൊമോഷൻ വേണം. പ്ലീസ് പ്ലീസ് മാം. ഓക്കെ ബേബി, ഡു ഇറ്റ് ഫാസ്റ്റ്. ഇന്ന് രാത്രി അവനെ എനിക്ക് വേണം.